T20 ഒന്നാം നമ്പർ പ്ലെയറായ അഭിഷേക് ശർമ്മ T20യുടെ സ്ഥിര സാന്നിധ്യമായ തിലക് വർമ്മയെ ഇനിയും താങ്ങിക്കൊണ്ട് നടക്കുകയാണ് ഇന്ത്യൻ ടീം എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അഭിഷേക് ശർമ്മ അങ്ങനെ തൊട്ടും തലോടിയും കഴിഞ്ഞ ദിവസം കുറച്ച് റൺസ് എടുത്തു. ആ റൺസ് എടുത്തത് 15 റൺസാണ്. അയ്യോ, മികച്ച സംഭാവനയാണ് 15 റൺസ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ 2-3 നല്ല ഷോട്ടുകളുണ്ടായിരുന്നു, അത് തള്ളി പറയാതിരിക്കാൻ സാധിക്കില്ല. തിലക് വർമ്മയാവട്ടെ, ഞാൻ ബോളുകൾ തിന്നുന്നു എന്നല്ലേ പരാതി, ഞാൻ രണ്ടാമത്തെ പന്തിൽ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അങ്ങ് ഔട്ടായേക്കാമെന്ന് തിലക് വർമ്മയുടെ എന്തോ വലിയൊരു വാശിയും കൂടെ കഴിഞ്ഞ ദിവസം കണ്ടു. എന്തൊരു അധപതനം നിറഞ്ഞ ഇന്ത്യൻ ബാറ്റിംഗ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായത്. തോൽവി എന്ന് പറഞ്ഞാൽ പോരാ, ദാരുണമായ പടുകൂറ്റൻ ബ്രഹ്മാണ്ഡ തോൽവി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു ബാറ്റിംഗ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബൗളിംഗ് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ ടോപ്പ് ഓർഡർ ഫയർ ചെയ്യാൻ കഴിയാത്തത് എന്താണ് പ്രശ്നം? ഒന്നുകിൽ ഇഷൻ കിഷൻ ഫയർ ചെയ്യില്ല, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ ഫയർ ചെയ്യില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഡക്കായേ പറ്റുള്ളൂ എന്ന് ആർക്കാണ് ഇത്ര വാശിയെന്ന് മനസ്സിലാവുന്നത്. ഇഷൻ കിഷൻ കഴിഞ്ഞ ദിവസം ഡക്കായി. റയൻ ട്രിക്കിൾട്ടൺ ആണ് ക്യാച്ച് എടുത്തത്. എയ്ഡൻ മാർക്രമാണ് ബൗൾ ചെയ്തത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത് പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനായ സൽമാൻ അലി ആഗ പന്ത് എറിഞ്ഞതിന് ശേഷമാണ് അഭിഷേക് ശർമ്മയെ ഡക്കാക്കിയത്. ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റനായ എയ്ഡൻ മാർക്രം ആ പന്ത് എറിഞ്ഞിട്ടാണ് ഇഷൻ കിഷൻ വിട്ടത്. അതായത് ക്യാപ്റ്റന്മാർ തന്നെ ഓഫ് സ്പിൻ എറിഞ്ഞ് ആദ്യത്തെ ഓവറിൽ വന്നിട്ട് ഒരു ഓപ്പണറെ പുറത്താക്കും, അതും ഡക്കായിട്ട് തന്നെ പുറത്താക്കും. ഇതാണ് കാഴ്ച, ഇതാണ് സംഭവിക്കുന്നത്. നെതർലൻഡ്സിനെതിരെ കാര്യം തത്താണ് വന്നിട്ട് ഫസ്റ്റ് ബോളിൽ ഡക്കാക്കിയത്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. US-നെതിരെയും അഭിഷേക് ശർമ്മ ഡക്കായി, അത് വേറെ കഥ. അത് അലിഖാൻ്റെ പന്തിലാണ് അഭിഷേക് ശർമ്മ ഡക്കായത്. അപ്പോൾ ഇങ്ങനെ ഡക്കായിക്കൊണ്ടിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും എന്തിനാണ് ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീം? പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ് ആൻഡ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. എന്തിനാണ്? വാട്ട് ഇസ് ദ യൂസ്? ആർക്കാണ് നേട്ടം? എന്താണ് ഗുണം? അഭിഷേക് ശർമ്മ ടോപ്പിൽ ഓർഡറിൽ നിൽക്കുന്ന പ്ലെയറാണ്, T20 റാങ്കിങ്സിൽ 1-ാം സ്ഥാനക്കാരനാണ്. എല്ലാം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ ലെഗസി 2 വർഷമായിട്ട് T20 ലോകകപ്പിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിലവിൽ ഹീ ഈസ് ഔട്ട് ഓഫ് ഫോം എന്നത് വിശ്വസിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ പോലും അഭിഷേക് ശർമ്മ പേടിച്ചാണ് കളിക്കുന്നത്. ഒരൊറ്റ ലോഫ്റ്റഡ് ഷോട്ട്, അതായത് ഒരു ഓവർ ദ കീപ്പേഴ്സ് ഹെഡിലേക്ക് അടിച്ച ഒരു 6-ന് പോലും, സാധാരണ അങ്ങനത്തെ ഷോട്ടൊക്കെ അടിക്കുമ്പോൾ ഒരു ബാറ്റർക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ആണ് കിട്ടുന്നതെന്നറിയോ. എന്നിട്ട് പോലും അഭിഷേക് ശർമ്മയ്ക്ക് ആ കോൺഫിഡൻസ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ആ വാസ്തവത്ത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മിഡ് വിക്കറ്റിലൂടെ അടിച്ച പന്ത് പൊക്കി അടിച്ചിട്ട് ഒരു തരത്തിലുമുള്ള കോൺഫിഡൻസ് ഇല്ലാതെ അത് പൊങ്ങിപ്പോയത്. ഒരു പവർ ഷോട്ടല്ലായിരുന്നു. അങ്ങനെ അത് ഒരു വശത്ത്. തിലക് വർമ്മ മറുവശത്ത് വിമർശനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവിനോടും ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, തിലക് വർമ്മ ഫോമിലല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ സൂര്യ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിലക് വർമ്മ ഫോമിലാകും, തിരിച്ചു വരും എന്നുള്ളതാണ്. അദ്ദേഹം തിരിച്ചു വന്നു, 2 പന്തുകളിൽ നിന്ന് 1 റണ്ണ്. അദ്ദേഹം പോയി തിരിച്ച് ഡഗ്ഔട്ടിലേക്ക്. എന്താണ് ഇത്ര വാശി? എന്തിനാണ്? ഒരു ടീമിനെ തന്നെയാണ് നിങ്ങൾ ഇത്രയും വലിയ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ 2 പ്ലെയേഴ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ട് ഇതൊരു വലിയ ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ പക്ഷേ, വി മിസ് എ പ്ലെയർ ലൈക്ക് വിരാട് കോഹ്ലി പോലൊരു താരം T20 ലോകകപ്പിൽ 160+ ചേസ് ഡൗൺ ചെയ്തത് ഇന്ത്യ 3 വട്ടം മാത്രമാണ്. ആ 3 വട്ടത്തിലും വിജയശില്പി വിരാട് കോഹ്ലിയാണ്. 75, 82, അതിലൊരു 82 നോട്ട് ഔട്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത്. നമുക്കവിടെ നിൽക്കാൻ ആളില്ല. ഇനി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കും. തിലക് വർമ്മയാണ് നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ എങ്കിൽ അയാൾ 28 പന്തിൽ നിന്ന് 32 റൺ അടിച്ചിട്ട് അയാൾ പോവും, അല്ലെങ്കിൽ 24 പന്തിൽ നിന്ന് 25 റൺ അടിച്ചിട്ട് അയാൾ പോവും. അതല്ല സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഒരു T20 ഫോർമാറ്റിൽ ഒരു 10-15 പന്ത് സ്മോർ ദൻ ഇനഫ് ഫോർ പ്ലെയർ ടു സെറ്റിൽ. എന്നിട്ട് പോലും അതനുസരിച്ചുള്ള അത് കഴിഞ്ഞിട്ടുള്ള പന്തുകളിൽ പോലും മാറ്റിയെടുക്കാൻ ഈ പ്ലെയേഴ്സിന് സാധിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് വിരാട് കോഹ്ലി ഇപ്പോൾ ഒരു പ്ലെയറിനെ മിസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലെജൻഡറി പ്ലെയർ നമുക്ക് തന്നിരിക്കുന്ന സംഭാവനകൾ മിസ് ചെയ്തു പോകുന്നത്. ഇതെല്ലാം കൊണ്ടാണ്. ഒരു മത്സരം കൊണ്ടല്ലല്ലോ വിലയിരുത്തുന്നത്. നിങ്ങൾ സഞ്ജു സാംസണെ 5 മത്സരങ്ങൾ കൊണ്ട് വിലയിരുത്തിയെങ്കിൽ ഇപ്പോൾ T20 ലോകകപ്പിൽ 5 മത്സരങ്ങൾ ഇന്ത്യ പിന്നിട്ടു. വിലയിരുത്താലോ. T20 ലോകകപ്പിന് മുന്നോടി നടന്ന ന്യൂസിലൻഡ് സീരീസിന് 5 മത്സരത്തിൽ അന്ന് സഞ്ജു സാംസൺ 5 മത്സരത്തിൽ നേടിയത് 46 റൺസാണ്. ഇവിടെ അഭിഷേക് ശർമ്മ എന്താ സംഭവിച്ചു? ഒരു മത്സരം പനി കാരണം വയ്യാണ്ടായി. 4 മത്സരത്തിൽ നിന്ന് 15 റണ്ണാണ്. നിങ്ങൾ കൂട്ടുമ്പോൾ എല്ലാം കൂട്ടണമല്ലോ. കൂട്ടുമ്പോൾ അല്ലാതെ സഞ്ജു സാംസൺ മാത്രം വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് 5 മത്സരങ്ങളിൽ 46 റണ്ണെന്ന് എപ്പോഴും പറയാൻ പറ്റുമെങ്കിൽ, ഇവിടെ എന്തുകൊണ്ട് അഭിഷേക് ശർമ്മ 4 മത്സരങ്ങളിൽ നിന്നും 15 റൺസ് നിങ്ങൾക്ക് കൂട്ടിക്കൂടാ? അതും കൂട്ടണം. അതാണ് ന്യായം, അതാണ് നീതി എന്നതും കൂടി പറയണം. ഇപ്പോൾ രവിശാസ്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകമുണ്ട്, ഇഫ് യു വാണ്ട് ടു വിൻ ദ വേൾഡ് കപ്പ് you need to bring back Sanju Samson at the top. A good start is a must going forward. Even if it is short, a flying start would help India. രവിശാസ്ത്രിയാണ് പറയുന്നത്, ഞാൻ പോലും അല്ല. ഇത് രവിശാസ്ത്രിയുടെ വാചകങ്ങളാണ്. ഒരു തുടക്കം, ഒരു മികച്ച ഫ്ലൈയിങ് സ്റ്റാർട്ട് ഇന്ത്യക്ക് വേണം. അത് കുറച്ചായാലും കുഴപ്പമില്ല, പക്ഷേ ആ സ്റ്റാർട്ട് അനിവാര്യമാണ്. എവിടെയാണ് ഇന്ത്യക്ക് പിഴയ്ക്കുന്നതെന്നറിയാവോ? ഓപ്പണർമാരിൽ ഒരാൾ ആദ്യത്തെ ഓവറിൽ തന്നെ നിലംപരിശാവുമ്പോഴാണ്.
ആദ്യത്തെ ഓവറിൽ ഒരു ഓപ്പണർ വീണ് കഴിഞ്ഞാൽ ടീമിൻ്റെ സ്റ്റെബിലിറ്റിയെ തന്നെ അത് ബാധിക്കുമെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് മുന്നേയുള്ള ലീഗ് മത്സരങ്ങളിൽ എന്താ സംഭവിച്ചത്? അഭിഷേക് ശർമ്മ ടക്കായിക്കൊണ്ടിരുന്നു. സൂപ്പർ 8 എന്താ സംഭവിച്ചത്? ഇഷൻ കിഷൻ ടക്കായി. ഇങ്ങനെ ആദ്യത്തെ ഓവറിൽ ഒരു ഓപ്പണർ പുറത്തായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓപ്പണർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഗിഫ്റ്റ് എ സ്റ്റാർട്ട്. പവർ പ്ലേയിൽ ഒരു ഗംഭീരമായ തുടക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പണർ നിൽക്കുമ്പോഴേക്കും ഓപ്പണർ ഡഗ്ഔട്ടിലേക്ക് തിരിച്ചു പോവുക. അതൊരു വലിയ പ്രതിസന്ധിയാണ്. സഞ്ജു ഏട്ടൻ നമീബിക്കെതിരെ 8 പന്തിന് 22 റൺ അടിച്ചു. ഓക്കെ, ഒരു സ്റ്റാർട്ടായേ, ഒരു തുടക്കമായത്. ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്ലേയേഴ്സിന് എന്തുമാത്രം റിലീഫാണെന്നറിയോ? 2 ഓവറിൽ നിങ്ങൾ 22 റൺ അടിച്ച റൺ റേറ്റ് 11 റണ്ണാണ്. പിന്നീട് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാലും ഓക്കെ, പവർ പ്ലേയിൽ 22 ആയി, നമുക്കൊരു 40 വരെ കൊണ്ടെത്തിക്കാം എന്നൊരു തോട്ടിലേക്ക് ബാക്കിയുള്ള പ്ലേയേഴ്സ് മാറും. അപ്പോൾ അതൊരു വളരെ കംഫർട്ട് സോണാണ്. ഇന്നെ 3-ൽ വരുന്നവർക്കായാലും 4-ലായാലും 5-ലായാലും. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, തിലക്കിൻ്റെയോ സൂര്യകുമാർ യാദവ് ആരോ ആയിക്കോട്ടെ. അതൊരു വലിയ കംഫർട്ട് സോണാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആദ്യത്തെ ഓവറിൽ തന്നെ ഔട്ട് ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രഷർ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് അഭിഷേകിനും തിലകിനെയും ഇങ്ങനെ താങ്ങുന്നത്? ശുഭ്മൻ ഗിൽ എവിടെ? ഋതുരാജ് ഗെയ്ക്വാദ് എവിടെ? KL രാഹുൽ എവിടെ? സഞ്ജു സാംസൺ എവിടെ? ചോദ്യങ്ങൾ ഒരുപാട് വരും. ഓക്കെ, അവരൊക്കെ ടെസ്റ്റ് പ്ലെയറാണ്, അവർ ODI പ്ലെയറാണ്, അവർ T20 പ്ലെയറാണ്. ശ്രേയസ് അയ്യർ, വി മിസ് എ പ്ലെയർ ലൈക്ക് ശ്രേയസ് അയ്യറിനെ പോലെ ജയ്സ്വാൾ. നമ്മൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ടാലൻസ് ഇല്ലാത്തതൊന്നുമല്ലല്ലോ. എന്തുമാത്രം പ്ലെയേഴ്സ് ഉണ്ട് ആർമറിയിൽ കിടക്കുന്ന, എന്തുമാത്രം പ്ലെയേഴ്സ്. അവരൊന്നും ഇല്ല. എവിടെ പോയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇവിടെ അറിയില്ല. വീണ്ടും നമ്മൾ അഭിഷേക് തിലക് നടക്കുക. നാളത്തെ മത്സരത്തിൽ ചിലപ്പോൾ 2 പേരും ഫയർ ചെയ്തേക്കാം. പക്ഷേ ഇതുവരെയുള്ള സിറ്റുവേഷൻ എന്തുകൊണ്ട് കണക്കാക്കുന്നില്ല? പോയത് പോയി. സൂപ്പർ 8 വരെ നിൽക്കുന്ന ഘട്ടം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ത്യക്ക് സെമി കടക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അടുത്ത മത്സരം സിംബാബ്വെയാണ്. നിസ്സാരക്കാരാണ് സിംബാബ്വെ. ഓസ്ട്രേലിയ ശ്രീലങ്ക അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഭിത്തി ചേർത്തിട്ട് ഓസ്ട്രേലിയയെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ടീമാണ് സിംബാബ്വെ. എന്ന നിസ്സാരക്കാരാണോ? വെസ്റ്റ് ഇൻഡീസ് ഇപ്പം ഏറ്റവും മികച്ച ഫോമിലേക്ക് അവരുടെ ടീം മൊത്തത്തിൽ മാറിയിരിക്കുക. നിസ്സാരക്കാരാണോ? അല്ല. ഇത് നമീബിയ, നെതർലൻഡ്സോ ഒരു എക്സ്പീരിയൻസോ ഇല്ലാത്ത ടീമുകളല്ല. ഇവർ ടെസ്റ്റ് നേഷൻസ് ആണ് രണ്ടും. ഏറ്റവും പ്രധാനപ്പെട്ട 2 ടീമുകളാണത്. അവർ വരുന്നത് ഒരൊറ്റ സ്വപ്നമാണ്. സിക്കന്ദർ റാസ വരുന്നത് ഒരൊറ്റ സ്വപ്നമായിട്ട് കപ്പാണ്. വെസ്റ്റ് ഇൻഡീസും അതുപോലെ തന്നെ. അപ്പം നിസ്സാരക്കാരാണ് നമ്മുടെ എതിരാളികൾ എന്ന് എപ്പോഴും തോന്നിപ്പിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിഷേകിനും തിലക്കും there has to be a replacement. whatever you say, there has to be a replacement. ഇപ്പോൾ സൂര്യ പറഞ്ഞു, അഭിഷേക് നമ്മളെ കഴിഞ്ഞ 1 വർഷം നമ്മളെ താങ്ങി, ഇനിയിപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് തിരിച്ചു താങ്ങുക. എന്താ സച്ചിൻ ടെണ്ടുൽക്കറോ? എന്താ സച്ചിനൊക്കെ പറഞ്ഞ വാചകത്തെ പോലെയാണ് സൂര്യകുമാർ യാദവ് ഇവിടെ എന്ന് പറയുന്നത്. You're talking about Abhishek Sharma, you're not talking about a legend. Abhishek Sharma is not a legend. അദ്ദേഹം ടീമിന് വേണ്ടിയിട്ട് 1 വർഷം സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സച്ചിനൊക്കെ റിട്ടയർമെൻറ്റ് സമയത്ത് പറഞ്ഞ് വിരാട് കോഹ്ലിയൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ അദ്ദേഹം ഇത്രയും നാളും ടീമിനെ കൊണ്ട് നടന്നു, ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സച്ചിൻ ഞങ്ങളുടെ തോളിലേറ്റുക എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ അഭിഷേക് ശർമ്മയെ കുറിച്ചൊക്കെ സൂര്യകുമാർ യാദവ് പറയുന്നത്. ബാലിശമായിട്ട് തോന്നിപ്പോയി. അഭിഷേക് ശർമ്മ മാറ്റി നിർത്തി അവിടെ ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാദ് ഇതിനേക്കാളും ഗംഭീരമായിട്ട് കളിക്കും, ടു ബി വെരി ഓണസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കൂടെ കൊണ്ട് നടത്തുകയാണ്. ഇത് ആരെപ്പറ്റി പറയുന്നത്? ആരുടെ കണ്ണിലെ മുളക് കൂടി വാരിയിടുന്നത്? ഇത് അഭിഷേക് ശർമ്മ 1 വർഷം ഞങ്ങളുടെ ടീമിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു. അതിന് ഇത് എങ്ങോട്ടാണ് ഈ കമ്പാരിസൺ പോകുന്നത്? അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ഉത്തരവാദിത്തമാണ് തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, ഹലോ, ബാക്ക് ഹിം. T20 ലോകകപ്പിലല്ല ബാക്ക് ചെയ്യേണ്ടത്. വിരാട് കോഹ്ലി 2024 T20 ലോകകപ്പിൽ അതുവരെ തുടങ്ങിയില്ലല്ലോ, ഫൈനലല്ലേ 90 കളിച്ചത്. നിങ്ങൾ ആരെ വെച്ച് വിരാട് കോഹ്ലി അഭിഷേക് ശർമ്മയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ചിരി വരുന്നത്. വിരാട് കോഹ്ലി അതിനു മുമ്പ് എത്ര മത്സരങ്ങൾ വിജയിപ്പിച്ചു തന്നിട്ടുണ്ട്? അഭിഷേക് ശർമ്മ നിങ്ങൾക്ക് എത്ര മത്സരങ്ങൾ വിജയിപ്പിച്ചു തന്നിട്ടുണ്ട്? ടേക്ക് ദ കമ്പാരിസൺ. എത്ര വർഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ടീമിന് വേണ്ടി നാഷണൽ ഡ്യൂട്ടി നടത്തിയ വ്യക്തിയാണ് വിരാട് കോഹ്ലി കമ്പയർഡ് വിത്ത് അഭിഷേക് ശർമ്മ. അപ്പോൾ കമ്പാരിസണും പറയുന്ന വാചകങ്ങളൊക്കെ നിങ്ങൾ പല ലെജൻസിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളൊന്നും ദയവ് ചെയ്ത് ചില പ്ലേയേഴ്സിന് വേണ്ടി ഉപയോഗിക്കരുത്. I'm not saying that Abhishek Sharma hasn't done anything for the team. അഭിഷേക് ശർമ്മ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്, ഇന്ത്യയെ ജയിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും തള്ളിക്കളയുന്നില്ല, ഇരുട്ടുവാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു മാന്യത വേണ്ടി പറയുന്നതിന്. ഒരു T20 ലോകകപ്പിൽ തിളങ്ങാത്ത ഒരു പ്ലെയറിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് താങ്ങി ഇന്ത്യൻ ടീമിനെ തന്നെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കുന്നത്? ഡു യു വാണ്ട് എ പ്ലെയർ ഓർ എ ടീം? ആരെയാണ് ജയിക്കേണ്ടത്? പ്ലെയർ ആണോ ജയിക്കേണ്ടത്, ടീമാണോ ജയിക്കേണ്ടത്? യു നീഡ് ദ ടീം. ഇന്ത്യൻ ടീം വേണം ജയിക്കാൻ, അഭിഷേക് ശർമ്മ അല്ല. അഭിഷേക് ശർമ്മ ഇല്ലെങ്കിൽ പകരം വേറെ 5 പേര് 6 പേര് ഇവിടെ പുറത്തിരിപ്പുണ്ട്, ഹു ആർ വെയിറ്റിംഗ് ഫോർ എ കോൾ. ജസ്പ്രീത് ബുംറയ്ക്ക് വയ്യാതായപ്പോൾ DSP മുഹമ്മദ് സിറാജിനെ തിരിച്ച് ടീമിലേക്ക് വിളിച്ചതുപോലെ തന്നെ ഒരു വിളിക്കൊക്കെ കാത്തിരിക്കുന്ന എത്ര പ്ലേയേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഓപ്പണേഴ്സ് ഉണ്ടെന്ന് അറിയോ ഇന്ത്യൻ ടീമിന്?
അപ്പോൾ അതൊന്നും കാണാണ്ട് അഭിഷേക് ശർമ്മയെ ഒരു ലെജൻഡ് പരിവേഷത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യം എന്താണ്? സി ഹീ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, ഹീ ഈസ് എ ബ്രില്യൻറ്റ് ഓപ്പണർ, ഹീ ഈസ് എൻ ഡിസ്ട്രക്റ്റീവ് ഓപ്പണർ, ഒരു തർക്കമില്ല. ബട്ട് ഹീ ഈസ് നോട്ട് എ ലെജൻഡ്. ഐ റിപ്പീറ്റ് മൈ സ്റ്റേറ്റ്മെൻറ്റ്, അഭിഷേക് ശർമ്മ ഈസ് നോട്ട് എ ലെജൻഡ്. ഇത്ര മാത്രം താങ്ങാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഹൈ ടൈം ഇഫ് ഹി ഡസൻ പെർഫോം മാറ്റി നിർത്തുക. തിലക് വർമ്മ ഇഫ് ഹി ഡസൻ പെർഫോം മാറ്റി നിർത്തുക. പ്ലേയേഴ്സ് ഇല്ലേ ടീമിൽ? ഉണ്ട്, പിന്നെ എന്തിനാണ്? എന്തായാലും ഇതൊക്കെ പുനഃപരിശോധിച്ചാൽ ഇന്ത്യക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കുക. എന്തൊക്കെ പരസ്യങ്ങളാണ്, 300 അടിക്കൂ ഇന്ത്യ, ഇവിടെ 100 അടിക്കാൻ പാടുപെട്ട് കഴിഞ്ഞ മത്സരത്തിൽ. വേറൊരു പരസ്യം കൂടി ഉണ്ട്, ഹിസ്റ്ററി തിരുത്തി എഴുതും നമ്മൾ, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല എന്നുള്ള പരാതി നമ്മൾ ഇത്തവണ തീർക്കും, സൂപ്പർ 8 കടക്കാൻ നോക്കും. പരസ്യങ്ങൾക്കും ഫീം പഠിക്കും ഓവർ കോൺഫിഡൻസിനൊന്നും ഒരു കുറവുമില്ല. ഞാൻ ഒരു പരാജയം കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിനെ എഴുതി തള്ളുന്നതല്ല, പരാജയത്തിൻ്റെ ആഘാതം അത്ര വലുതാണ്. മാത്രമല്ല ഈ ടീമിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ബാക്ക് ചെയ്യുന്നതിനോടൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പ്രതിഷേധ രൂപേണ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.